അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രാർത്ഥനാ സൈന്യം. രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് തുടക്കം മുതൽ വിവാദപരമായ നിരവധി തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുടെ എല്ലാം പുറകിൽ ശക്തമായ യാഥാസ്ഥിക ക്രൈസ്തവരുടെ നിലപാടുകളുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആ നിലയിലുള്ള സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ട്രംപ് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാണ്. എന്നാൽ ട്രംപിനെ മുന്നോട്ട് നയിക്കുന്ന, ട്രംപിനെ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? വിവിധ നിലകളിൽ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന വലിയൊരു വിഭാഗം അദ്ദേഹത്തോട് കൂടെയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥനാ പോരാളികൾ, ആത്മീയ നേതാക്കൾ അദ്ദേഹത്തിന്റെ പുറകിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ ഫെയ്ത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനാ സമ്മേളനം നടന്നു. ആ പ്രാർത്ഥന ട്രംപിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ സമ്മേളനമായിരുന്നു. ആ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പ്രധാനമായും 15 പ്രമുഖ ലീഡേഴ്സ് ആണ് ഒന്നിച്ചുകൂടി ട്രംപിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ട്രംപിനോട് ചേർന്നവർ പ്രാർത്ഥിക്കുന്നതിന്റെയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന്റെയും ഒക്കെ ചിത്രം ഓവൽ ഓഫീസ് തന്നെ പബ്ലിഷ് ചെയ്തത് വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. ആ കൂട്ടത്തിൽ പ്രമുഖ അന്തർദേശീയ മാധ്യമ സ്ഥാപനമായ ഡെയിലി മെയിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു: ട്രംപ്സ് പ്രേയർ ആർമി, അതായത് ട്രംപിന്റെ പ്രാർത്ഥനാ സൈന്യം. ട്രംപിന്റെ പ്രാർത്ഥനാ സൈന്യത്തിലുള്ള 15 പേരെ കുറിച്ചും വിശദമായ കുറിപ്പും ഡെയിലി മെയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്രൈസ്തവ യാഥാസ്ഥിക ആശയങ്ങളെ പിന്തുണച്ചുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അമേരിക്കൻ ആത്മീയ നേതാക്കൾ ആരൊക്കെയാണ്? ട്രംപിന്റെ പ്രാർത്ഥനാ സൈന്യത്തിലെ 15 അംഗങ്ങൾ ആരൊക്കെ? അവരുടെ പ്രത്യേകതകൾ എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഒന്ന്, പാസ്റ്റർ പോള വൈറ്റ്. പോള വൈറ്റിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ട്രംപിന്റെ സ്പിരിച്വൽ അഡ്വൈസറും ട്രംപ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഫെയ്ത്ത് ഓഫീസിന്റെ ചുമതലക്കാരിയുമാണ് പാസ്റ്റർ പോള വൈറ്റ്. 58-കാരിയായ പാസ്റ്റർ പോള വൈറ്റ് ഫ്ലോറിഡയിലെ സിറ്റി ഓഫ് ഡെസ്റ്റിനി എന്ന മെഗാ ചർച്ചിന്റെ സീനിയർ പാസ്റ്ററും അറിയപ്പെടുന്ന ടെലി ഇവാഞ്ചലിസ്റ്റുമാണ്. പ്രസിഡന്റ് ട്രംപിന്റെ നയങ്ങളെ നിർണായകമായി സ്വാധീനിക്കുവാൻ കഴിവുള്ള ആത്മീയ നേതാക്കളിൽ ഒരാളാണ് പാസ്റ്റർ പോള വൈറ്റ്. 2, വില്യം വോൾഫ്. സെന്റർ ഫോർ ബാപ്റ്റിസ്റ്റ് ലീഡർഷിപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ വില്യം വോൾഫ് ട്രംപിന്റെ പ്രാർത്ഥനാ സംഘത്തിലെ പ്രായക്കുറവുള്ള അംഗങ്ങളിൽ ഒരാളാണ്. 36 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. ട്രംപിന്റെ മുൻ ഭരണകാലത്ത് പെന്റഗണിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് ഡിഫൻസ് എന്ന നിർണായകമായ പദവിയിലിരുന്ന അദ്ദേഹം പിന്നീട് സ്വയം ഒരു ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപിന്റെ പ്രചരണ പരിപാടികളിൽ സജീവമായിരുന്നു. കടുത്ത യാഥാസ്ഥിക ക്രിസ്ത്യൻ നിലപാടുകൾ പിന്തുടരുന്ന വ്യക്തിയുമാണ് വില്യം വോൾഫ്. 3, പാസ്റ്റർ ജിം ഗാർലോ. NAR അഥവാ ന്യൂ അപ്പോസ്തോലിക് റിഫോർമേഷന്റെ ഭാഗമായ പാസ്റ്റർ ജിം ഗാർലോ ലോകമെങ്ങുമുള്ള ഭരണകർത്താക്കൾ, അംബാസിഡർമാർ തുടങ്ങിയവർക്കിടയിൽ വേദപുസ്തകാധിഷ്ഠിത ഭരണ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന ബെൽവേഴ്സ് എന്ന മിനിസ്ട്രിയുടെ സ്ഥാപകനും CEO-യുമാണ്. ലോകം ക്രിസ്ത്യാനികളാൽ നിയന്ത്രിക്കപ്പെടണമെന്നതാണ് 77 വയസ്സുകാരനായ പാസ്റ്റർ ജിം ഗാർലോയുടെ മുഖ്യ ആശയം. പ്രശസ്തനായ ഗ്രന്ഥകാരൻ കൂടിയാണ് ഇദ്ദേഹം. 4, ഓവൻ സ്ട്രാച്ചൻ. അമേരിക്കൻ കാൽവിനിസ്റ്റ് ദൈവശാസ്ത്രജ്ഞനും യാഥാസ്ഥിക ക്രിസ്ത്യൻ നിലപാടുകളുടെ ശക്തനായ വക്താവുമാണ് 43-കാരനായ ഓവൻ സ്ട്രാച്ചൻ. തിരുവെഴുത്തുകളിലൂന്നിയ ജീവിതം നയിക്കാനും ബൈബിൾ സംസ്കാരം പ്രചരിപ്പിക്കുവാനുമായി സ്ഥാപിതമായിരിക്കുന്ന കെൻഡക്കിയിലെ ഡോബ്സൺ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറാണ് ഇദ്ദേഹം. പെൺകുട്ടികളുടെ കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡറുകൾ മത്സരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണം നയിച്ച വ്യക്തികളിൽ പ്രമുഖനുമാണ് ഓവൻ സ്ട്രാച്ചൻ. 5, ഡേവിഡ് റോസ്. അരിസോണയിലെ ലേക്ക് ഹവാസു സിറ്റിയിലെ ഒരു സ്കൂൾ ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം. മാഗ, അതായത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനത്തിന്റെ സജീവ പങ്കാളിയുമാണ്. പാസ്റ്റർ മാരിയോ ബ്രാംനിക്. ഫ്ലോറിഡയിലെ കൂപ്പർ സിറ്റിയിൽ ന്യൂ വൈൻ മിനിസ്ട്രിയുടെ പാസ്റ്ററായ ഇദ്ദേഹവും മാഗ പ്രസ്ഥാനത്തിന്റെ സജീവ പങ്കാളിയാണ്.
കഴിഞ്ഞ വർഷം ജെറുസലേം സന്ദർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയ ഇവാഞ്ചലിക്കൽ ലീഡേഴ്സിൽ ഈ 66-കാരനും ഉൾപ്പെട്ടിരുന്നു. 7 ജെന്നി ഖോൺ. വൈറ്റ് ഹൗസിലെ ഫെയ്ത്ത് ഓഫീസിലെ ഡയറക്ടർമാരിൽ ഒരാളായി സേവനമനുഷ്ഠിക്കുന്ന ജെന്നിഫർ നിലവിൽ പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായും ജോലി ചെയ്യുന്നു. 52 വയസ്സുണ്ട്. 8 എറിക് ഡെല്ലൻബാക്ക്. ഫ്ലോറിഡ ഗവർണറുടെ ഫെയ്ത്ത് ആൻഡ് കമ്മ്യൂണിറ്റിയുടെ ലെയ്സൺ ഓഫീസറാണ് ഈ 41-കാരൻ. 9 പാസ്റ്റർ ജെഫ് ഷ്വാർസൻ ടോം. കൊളറാഡോയിലെ ഡെൻവറിലുള്ള ബ്രേവ് ചർച്ചിന്റെ സ്ഥാപകനും സീനിയർ പാസ്റ്ററുമാണ് ഈ 54 വയസ്സുകാരൻ. 10 പാസ്റ്റർ സാമുവൽ റോഡ്രിഗസ്. നാഷണൽ ഹിസ്പാനിക് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റും അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള മെഗാ ചർച്ചുകളിൽ ഒന്നായ ന്യൂ സീസണിന്റെ പ്രധാന പാസ്റ്ററുമാണ് 55 വയസ്സുകാരനായ പാസ്റ്റർ സാമുവേൽ റോഡ്രിഗസ്. 11 പാസ്റ്റർ ട്രാവിസ് ജോൺസൺ. അലബാമയിലെ പാത്വേ ചർച്ചിന്റെ സീനിയർ പാസ്റ്ററാണ് 51 വയസ്സുകാരനായ പാസ്റ്റർ ട്രാവിസ്. ട്രംപിനൊപ്പം രാജ്യമെങ്ങും സഞ്ചരിക്കുകയും അദ്ദേഹവുമായി ദൈവവചനം പങ്കിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാസ്റ്ററാണ് ട്രാവിസ് ജോൺസൺ. 12 പാസ്റ്റർ റോബർട്ട് ജെഫ്രസ്. ടെക്സസിലെ ഡാളസിലുള്ള 16,000-ലധികം അംഗങ്ങളുള്ള ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ സീനിയർ പാസ്റ്ററാണ് 69 വയസ്സുകാരനായ പാസ്റ്റർ റോബർട്ട് ജെഫ്രസ്. പാത്വേ ടു വിക്ടറി എന്ന അദ്ദേഹത്തിന്റെ പ്രതിദിന ടെലിവിഷൻ പ്രോഗ്രാം അമേരിക്കയിൽ പോപ്പുലറാണ്. കടുത്ത ഇസ്ലാം മത വിമർശകൻ കൂടിയാണ് ഇദ്ദേഹം. 13 ഡേവിഡ് ബാർട്ടൺ. പ്രശസ്ത ഇവാഞ്ചലിക്കൽ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമാണ് 71-കാരനായ ഡേവിഡ് ബാർട്ടൺ. അമേരിക്ക ഒരു ക്രിസ്തീയ രാജ്യമായി സ്ഥാപിക്കപ്പെട്ടതാണെന്ന ആശയം അതിശക്തമായി പ്രചരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് ഇദ്ദേഹം. 14 ഗാരി ബൗർ. 78 വയസ്സുള്ള ഗാരി ബൗർ ഗ്രന്ഥകാരനും കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റുമാണ്. ട്രംപിന്റെ ഇവാഞ്ചലിക്കൽ ഉപദേശക സമിതിയിൽ അംഗവുമാണ്. 15 പാസ്റ്റർ ബ്രാഡ് നൈറ്റ്. വൈറ്റ് ഹൗസിലെ ഫെയ്ത്ത് ഓഫീസിന്റെ ചുമതലയുള്ള പാസ്റ്റർ പോള വൈറ്റിന്റെ പുത്രനാണ് പാസ്റ്റർ ബ്രാഡ് നൈറ്റ്. പോള വൈറ്റ് സ്ഥാപിച്ച ഡെൻസിറ്റി ആൻഡ് സ്റ്റോറി ലൈഫ് ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ കൂടിയാണ് ബ്രാഡ് നൈറ്റ്. അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെ ആത്മീയമായി സ്വാധീനിക്കുവാൻ കഴിവുള്ള 15-അംഗ ടീമിന്റെ പേരുകളും വിശേഷണങ്ങളുമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. ഇവർ ട്രംപിന് നൽകുന്ന ഉപദേശം എന്തായിരുന്നാലും അവരുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും അമേരിക്കൻ ക്രൈസ്തവ സമൂഹത്തിന്റെ യാഥാസ്ഥിക ചിന്തകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ട്രംപിന് ശക്തി നൽകുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു ദൈവരാജ്യം എന്നുള്ളത്. അതുപോലെ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരുമെന്നുള്ളത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ 2 വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ സംബന്ധിച്ചിറങ്ങിയ 2 പ്രമുഖമായ പുസ്തകങ്ങൾ. വേദപുസ്തകം കൃത്യമായി പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക്, ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തെക്കുറിച്ച് മലയാളത്തിൽ ഇത്ര വിശദമായ മറ്റൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. ദൈവരാജ്യം ഇന്നിന്റെ വെളിച്ചവും നാളെയുടെ പ്രത്യാശയും. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഡോക്ടർ തോമസ് അമ്പുംകയത്താണ്. 350-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിന് 400 രൂപയാണ് വില. രണ്ടാമത്തെ പുസ്തകം യേശുക്രിസ്തുവിന്റെ 2ാം വരവ് സത്യമോ മിഥ്യയോ എന്ന പേരിൽ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയ പ്രത്യാശ വിഷയം, ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പഠനം. റെജി കോശി എന്ന ഗ്രന്ഥകാരനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ വില 450 രൂപ. ഈ 2 പുസ്തകങ്ങളും കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 400 രൂപ വിലയ്ക്ക് നൽകുന്നു. ഓർക്കുക, പോസ്റ്റേജ് സൗജന്യമാണ്. രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ലഭിക്കും. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സപ്പ് ചെയ്യുക.